പരിപാടികളുടെ സ്പോൺസർഷിപ്പ് തുകയാണ് താരസംഘടനയായ അമ്മയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ നട്ടെല്ല്. താരസംഘടനയിലെ മുതിർന്നവർക്ക് നൽകുന്ന പെൻഷൻ പദ്ധതി അടക്കമുള്ളവയുടെ നട്ടെല്ലാണ് TV ഷോയിലൂടെ കിട്ടുന്ന തുക. മഴവിൽ മനോരമയുമായി സഹകരിച്ച് എല്ലാ വർഷവും ഓണക്കാലത്ത് അമ്മ താരഷോ നടത്തും. ഇതിന് താരസംഘടനയ്ക്ക് മനോരമയിൽ നിന്നും പ്രതിഫലവും എത്തും. മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള താരങ്ങൾ ഭാഗമാകുന്ന ഈ ഷോയിൽ പങ്കെടുക്കുന്നവർ പ്രതിഫലമില്ലാതെ അതുമായി സഹകരിക്കും. അംഗങ്ങളുടെ ഈ സഹകരണത്തിന് പിന്നിൽ അമ്മയുടെ ഏകോപനമുണ്ട്. എന്നാൽ 2025 മഴവിൽ മനോരമയുടെ ഓണപരിപാടിയുടെ തുക താരസംഘടനയ്ക്ക് കിട്ടില്ല. താരസംഘടനയിലെ പ്രശ്നങ്ങൾ കാരണം മഴവിൽ മനോരമയുമായി ഇത്തരത്തിലൊരു കരാർ ഉണ്ടാക്കൽ സാധ്യമായില്ല. എന്നാൽ മഴവിൽ മനോരമ താരസംഗമം ഒഴിവാക്കിയതുമില്ല. മഴവിൽ മനോരമയിൽ ഓണത്തിന് സംപ്രേഷണം ചെയ്യാനുള്ള താരഷോ ഇത്തവണ അവർ നേരിട്ട് നടത്തും. താരങ്ങളെ നേരിട്ട് വിളിച്ച് അവർക്ക് നേരിട്ട് പ്രതിഫലം നൽകി നടത്തുന്ന പരിപാടി. ഇതോടെ മഴവിൽ മനോരമയിൽ നിന്നും പതിവായി അമ്മയിലേക്ക് എത്തുന്ന 3 കോടിയോളം രൂപ ഇത്തവണ നഷ്ടമാകും. അമ്മയുടെ ഖജനാവിൽ കുറയുന്ന ഈ പണം ദൈനംദിന പ്രവർത്തനങ്ങളെ പോലും ബാധിക്കും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ച് അധികാരത്തിലെത്തിയാലും താരസംഘടനയെ നയിക്കുകയും നിർണായക തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുകയെന്നത് വെല്ലുവിളിയായി മാറും. താരസംഘടനയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ ഇടക്കാല സെക്രട്ടറിയായി എത്തിയത് ബാബുരാജാണ്. ബാബുരാജിനെതിരെ നിരവധി ധൂർത്ത് ആരോപണങ്ങൾ അമ്മയിലെ അംഗങ്ങൾ തന്നെ ഉയർത്തി. പല സംശയങ്ങളും താരങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിലും നിരത്തി. ഇതിനൊപ്പമാണ് അഡ്ഹോക് കമ്മിറ്റിയിലെ പ്രശ്നങ്ങൾ കാരണം മഴവിൽ മനോരമയുമായി സഹകരിച്ചുള്ള താരമേള നഷ്ടമാകുന്നത്. അമ്മയുടെ വാർഷിക പൊതുയോഗം വരെ മോഹൻലാൽ എല്ലാം നോക്കാൻ ഉണ്ടാകുമെന്നാണ് ഏവരും കരുതിയത്. എന്നാൽ ചില താരങ്ങളുടെ വസ്തുനിഷ്ഠമല്ലാത്ത വിമർശനങ്ങൾ ലാൽ തിരിച്ചറിഞ്ഞിരുന്നു. ഇതിനൊപ്പം പണിയൊന്നുമില്ലാതെ വെറുതെ ഇരുന്നാൽ പോരെയെന്ന ജനറൽ ബോഡിയിലെ പരിഹാസവും മോഹൻലാലിന് ഇഷ്ടപ്പെട്ടില്ല. ഇതോടെ അമ്മയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുള്ള സഹകരണത്തിന് ഇല്ലെന്ന് മോഹൻലാൽ നിലപാടെടുത്തു. ഇതോടെ സംഘടനയിൽ അടിമുടി പ്രതിസന്ധിയായി. എല്ലാ അർത്ഥത്തിലും നാഥനില്ല കളരിയായി താരസംഘടന മാറുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മഴവിൽ മനോരമ ചാനലിലെ താരമേള പരിപാടിയുടെ കരാർ പോലും ഒപ്പിടാൻ ആരുമില്ലാത്ത അവസ്ഥ ഉണ്ടായത്. മലയാള സിനിമയുടെ നെടും തൂണുകളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ആമുഖ പ്രസംഗത്തോടെയായിരുന്നു കഴിഞ്ഞ വർഷം അങ്കമാലി അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ അമ്മ മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ് ഷോ നടന്നത്. അന്ന് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അൾട്ടിമേറ്റ് എന്റർടൈനർ പുരസ്കാരം ജഗതി ശ്രീകുമാറിന് സമ്മാനിച്ച് മമ്മൂട്ടിയും മോഹൻലാലും അദ്ദേഹത്തോടൊപ്പമുള്ള സിനിമാ ഓർമ്മകൾ പങ്കുവച്ചതടക്കം സോഷ്യൽ മീഡിയയിൽ വൈറലായി. ജഗതിയുടെ ആയുരാരോഗ്യത്തിനായുള്ള പ്രാർത്ഥനയോടെയാണ് മോഹൻലാൽ അദ്ദേഹത്തിന് സമീപം നിന്നത്.